നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും ഞാൻ വിശ്വസിക്കുന്നു. ഇതിലേക്ക് ഗോസ്പിൾ എത്തിക്കാൻ എന്നുള്ള ഒരു അതിനെപ്പറ്റി ഞാൻ അധികം കൺസേൺഡ് അല്ലായിരുന്നു. അങ്ങനെ ഒരു ശീലം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ചേർച്ചിൽ റോമൻസിനെ പറ്റി ഒരു ബൈബിൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ റോമൻസിന്റെ ഒരു 3rd ചാപ്റ്റർ ഒക്കെ ആയപ്പോഴത്തേക്കും ഗോസ്പൽ ഓൾമോസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. അതിനു മുൻപായിട്ട് ഗോസ്പൽ അറിയാമെന്നെങ്കിലും വളരെ ഒരു വേഗ് ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു. യേശുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു എന്നുള്ള കാര്യം അറിയാമെങ്കിലും അതിന്റെ ആ ആഴങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ഈ സ്റ്റഡിക്ക് ശേഷമാണ്. അങ്ങനെ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗോസ്പൽ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇതുപോലെ അനേകരുണ്ടായിരിക്കും എൻ്റെ ചുറ്റിനും ഗോസ്പൽ അറിയാത്തവർ. യേശുവിന്റെ വലിയ സ്നേഹം അറിയാത്ത എത്രയോ പേർ എൻ്റെ ചുറ്റിനുമുണ്ട്. അപ്പം എനിക്കിത് ദൈവം നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നപ്പം ഇത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ഉത്തരവാദിത്തമായെന്നുള്ളൊരു ചിന്ത ദൈവം മനസ്സിലിട്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഗോസ്പൽ ഈ റോമൻസിന്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുമ്പം നോട്ട്സ് ഉണ്ടാക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ നോട്ട്സ് വെച്ചിട്ട് ഒരു ചെറിയ ലീഫ്ലെറ്റ് തയ്യാറാക്കി. സിമ്പിളായിട്ട് ഒരു ബൈബിളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലീഫ്ലെറ്റ് തയ്യാറാക്കി. അങ്ങനെ അത് തയ്യാറാക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്യാനും, അത് ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയത്, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പിന്നെ അത് പ്രിന്റിംഗ് പ്രസ്സിൽ കൊടുത്ത് അനേകം കോപ്പികളാക്കാനും ഒക്കെ എല്ലാ ഈ ചേർച്ചിലെ ദേവദാസന്മാരും ദൈവമക്കളുമാണ് ഇതിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ആഗ്രഹിച്ച പോലെ ആ ലീഫ്ലെറ്റ് ധാരാളം കോപ്പികൾ കയ്യിലെത്തി, മലയാളവും ഇംഗ്ലീഷും. ആദ്യം ഞാൻ ചെയ്തത് ഇതിന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സിനായിരുന്നു ഞാൻ ആദ്യമേ കൊടുത്തത്. അപ്പൊ ഞാൻ എഴുതിയൊരു ലീഫ്ലെറ്റ് അന്നോട് അറിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരുന്നു അത് വായിക്കാനായിട്ട്. അപ്പൊ അവരെല്ലാവരും അത് വളരെ സന്തോഷത്തോടെ വായിച്ചു. എല്ലാവരും വളരെ നല്ലൊരു മെസ്സേജ് ആണല്ലോ ഇതിൽ പറയുന്നത്, ഇത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാനിടയായി. അതിനുശേഷം മറ്റ് ബാച്ചിലുള്ള സ്റ്റുഡൻസിനും പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, സെക്യൂരിറ്റി, ക്ലീനിങ് സ്റ്റാഫ്സ് അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ധാരാളം കോളേജിലുള്ള അനേകം പേർക്ക് ഈ ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതിനുശേഷം ഞാൻ താമസിച്ച സ്ഥലം ഓതറ എന്നൊരു സ്ഥലത്തായിരുന്നു. അവിടെയുള്ള ആളുകൾക്കൊക്കെയും ധാരാളം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഈ വചനം എത്തിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിൽ മിക്കവാറും സ്പെഷ്യൽ ഒക്കേഷൻസ്, ഉത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം അവിടെ ഒത്തിരി ആളുകൾ പോവുകയും വരികയും ചെയ്യും. അപ്പൊ ഈ ആളുകൾക്കൊക്കെയും കൊടുക്കാനും ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ പൂജാരി, അവിടെ ടെമ്പിൾ കീപ്പ് ചെയ്യുന്ന, ടെമ്പിൾ നോക്കി നടത്തുന്ന ആൾക്കാർ, അവിടുത്തെ സെക്രട്ടറി, അങ്ങനെ ആ അമ്പലത്തിലുള്ള മിക്ക ആളുകൾക്കും ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ ചില മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും കോളേജിലേക്ക് പോകുന്ന ഒരു 3-4 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പൊ ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ഒരു KSRTC ബസ് നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർക്കും ഈ ദൈവവചനം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇത് വായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഈ ലീഫ്ലെറ്റ് കൊടുക്കാനിടയായി. അപ്പൊ ഞങ്ങൾ വായിക്കാം എന്ന് പറഞ്ഞ് അതെടുത്തു. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്ന കോളേജിന്റെ ഗേറ്റ് എത്താറായപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ഹോണടി കേൾക്കുന്നു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം റോഡിന് നടുക്കി ബസ് നിർത്തിയിട്ടേക്കുന്നു. എന്നിട്ട് ആ ഡ്രൈവർ പറഞ്ഞു, മോളെ ഒരു 4-5 എണ്ണം കൂടെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറെ കൂടെ കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വായിക്കാൻ താല്പര്യമുള്ളവരും ദൈവവചനം അറിയാൻ ആഗ്രഹമുള്ളവരും നമ്മുടെ ചുറ്റിനും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് കൂടുതൽ എൻകറേജ്മെന്റ് ആയി ഇങ്ങനെ ദൈവവചനം മറ്റുള്ളവരോട് പറയാനായിട്ടും ഇങ്ങനെ ദൈവവചനം മറ്റുള്ളവരുടെ കയ്യിൽ എത്തിക്കാനായിട്ടും. പിന്നെ മറ്റ് സൊസൈറ്റിയിൽ നൊട്ടോറിയസ് ആയിട്ട് അറിയപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. മിക്കവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ ബാഡ് റെസ്പോൺസ് എന്ന് പറയാൻ. ചിലര് പുച്ഛത്തോട് നോക്കി, ചിലർ തമ്മിൽ കളിയാക്കിയവരുണ്ട്, ചിലര് ദേഷ്യത്തോടെ വാങ്ങിച്ചവരുണ്ട്, അങ്ങനെയുള്ള ചിലർ വേണ്ടാന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ചുരുക്കം ചിലർ അങ്ങനെയുണ്ട്. എന്നാൽ കൂടുതൽ ആൾക്കാരും സന്തോഷത്തോടെ വാങ്ങുകയും പലരും വായിച്ചിട്ട് പിന്നെ വന്നിട്ട് അഭിപ്രായം പറയുകയും ചെയ്തവരുണ്ട്. അങ്ങനെ ഓദ്രയിലും ഞാൻ പഠിച്ച കോളേജിലും മിക്ക ആൾക്കാർക്കും ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം അവസരം നൽകി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കോഴ്സിന്റെ അവസാനത്തെ വർഷം ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ അതിനായിട്ട് ഞങ്ങളെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല, അവിടെയാണ് ഞങ്ങളെ അയക്കുന്നത് 1 വർഷം മൊത്തം. അപ്പൊ അവിടെ ഞങ്ങളെ പല ഡിപ്പാർട്ട്മെന്റിലായിട്ടാണ് ഓരോ മാസം ആക്കുന്നത്. അപ്പൊ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പേഷ്യൻസിനോട് ചെന്ന്, പേഷ്യൻസ് എന്ന് പറയുമ്പോൾ വളരെ നിരാശയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ അവര്. അപ്പൊ അങ്ങനെയുള്ളപ്പം അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ ആദ്യം എൻകറേജ് ചെയ്യും, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ തന്നെ അവർക്ക് വളരെ സന്തോഷമാകും.
പിന്നെ അവർ പതുക്കെ അവരോട് ദൈവവചനം പറയും. പിന്നെ അങ്ങനെ ധാരാളം ആളുകൾക്ക് സൗഖ്യമായ അനുഭവങ്ങളും ഉണ്ട്. പിന്നെ ICUയിൽ കിടന്ന് മരിക്കാറായ ഒരു ആൻറ്റി രക്ഷപ്പെട്ട് ഇപ്പോഴും ആൻറ്റി കോണ്ടാക്ട് ഉണ്ട്. അവർ ജീവിച്ചിരിപ്പുണ്ട്. ഹിന്ദു ആയിട്ടുള്ള ആൻറ്റി ആയിരുന്നു. അങ്ങനെ വളരെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ പല ഡോക്ടേഴ്സും ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്ടർ പറഞ്ഞു, ഒരു HOD ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, ക്രിസ്റ്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ കാണുമ്പോൾ എനിക്കിവിടെ കുറ്റബോധം വരും, എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വലിയൊരു കാര്യമായിരുന്നു എന്ന് ഒത്തിരി എൻകറേജ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ എൻ്റെ അമ്മ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യായിരുന്നു. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു മോശമായ റെസ്പോൺസ് വന്നാലും ഞാൻ ഇടയ്ക്ക് സങ്കടപ്പെടും. പക്ഷെ അപ്പോഴും എൻ്റെ അമ്മ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്നത് ദൈവവചനത്തിൽ കൂടിയൊക്കെ എപ്പോഴും പറയും, മോളി ചെയ്യുന്നതിനെക്കാട്ടി വലിയ കാര്യം അമ്മയ്ക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നുമില്ല. എത്ര വലിയ നിലയിലെത്തിയാലും യേശുവിന് വേണ്ടി മോള് ജീവിക്കുന്നതാണ് എപ്പോഴും എനിക്ക് സന്തോഷം എന്ന് പറയാറുണ്ട്. അങ്ങനെ ബിലീവേഴ്സിലും ഒരു വർഷം മൊത്തം അവിടുത്തെ പല സ്റ്റാഫ്സിന്, ഡോക്ടേഴ്സ്, പേഷ്യൻസ്, നഴ്സസ്, പിന്നെ സെക്യൂരിറ്റീസ്, ക്ലീനിങ് സ്റ്റാഫ്, അങ്ങനെ പല ആളുകൾക്ക് ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. പിന്നെ അടുത്തത് അപ്പം അവിടുത്തെ ദൈവത്തിന്റെ വേല കഴിഞ്ഞു എന്നായപ്പോൾ ദൈവം വേറൊരു സ്ഥലത്തേക്ക് അയച്ചു. അതാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. അങ്ങനെ അവിടെ പോയി. അപ്പൊ അവിടെ പോകുന്നതിന് മുമ്പ് എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, ഇവിടെ ബിലീവേഴ്സിൽ കുറെ പേഷ്യൻസിനോടൊക്കെ ദൈവവചനം അറിയിക്കാൻ പറ്റി, ഇനി അവിടെ ചെന്നും ഇതുപോലെ ചെയ്യണം, അവിടുത്തെ പേഷ്യൻസിന്റെ അടുത്തും അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാരോടും ഒക്കെ സുവിശേഷം അറിയിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, എനിക്കറിയാവുന്ന ഭാഷയൊന്നും അല്ല അവിടുത്തെ ആൾക്കാരുടേത്. അവിടുത്തെ പേഷ്യൻസ് ആണ് മിക്കവരും നോർത്ത് ഇന്ത്യൻസ്, ഹിന്ദിയെ സംസാരിക്കൂ. എനിക്ക് ഹിന്ദി അങ്ങനെ അറിയില്ല. പിന്നെ നാട്ടുകാരാണെങ്കിൽ എല്ലാം തമിഴ്നാട്ടുകാർ. അപ്പം ഈ രണ്ട് ഭാഷയും തമിഴും ഹിന്ദിയും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ആദ്യം ഒത്തിരി ഡിസപ്പോയിന്റഡ് ആയി. പിന്നെ ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്ന ചുരുക്കം പേഷ്യൻസേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ ചെല്ലും. അങ്ങനെ ഒരു ദിവസം ഈ ഡോക്ടേഴ്സിന്റെ ഒക്കെ കൂടെ റൗണ്ട്സിന് പോകുന്ന കൂട്ടത്തില് ഒരു പേഷ്യന്റിനെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയപ്പം ആ പേഷ്യന്റെ അടുത്ത് ഞാൻ പിന്നെ ചെന്നു. അതൊരു 20 year old ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു യങ് ബോയ് ആയിരുന്നു. HIV ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് വന്നതാ. അത് കാരണം കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്ത് അങ്ങനെ ഇച്ചിരി സീരിയസ് ആയിട്ട് തന്നെ അവിടെ അഡ്മിറ്റ് ആയി കിടക്കുന്നത്. അങ്ങനെ വന്നപ്പം ഞാൻ ആദ്യ ദിവസം ചെന്ന് കുറെ എൻകറേജ് ചെയ്തു, കുറച്ച് ദൈവവചനമൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എഴുതിയ ലീഫ്ലെറ്റ് കൊടുത്തു. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുകയും ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ചിന്തിച്ചു, കുറെ ഞാൻ ഇപ്പൊ എത്ര യേശുവിനെ കുറിച്ച് പറഞ്ഞാലും സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ജീസസുമായി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നു, അതായിരിക്കുമല്ലോ അവരുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുന്നത് എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അപ്പൊ ഞാൻ അന്ന് പ്രാർത്ഥിക്കാൻ നേരം ഈ കാര്യവും പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് ദൈവമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകാൻ ദൈവം അവനോട് ഡയറക്റ്റ്ലി സംസാരിക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ അടുത്ത ദിവസം സാധാരണ എല്ലാ ദിവസത്തെയും പോലെ ഞാൻ കാണാൻ ചെന്നു. എന്നിട്ട് എൻകറേജ്മെന്റ് ഒക്കെ പറയാനായിട്ട് കാണാൻ ചെന്നു. അപ്പം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു മിഡ് നൈറ്റ് 1 മണിയൊക്കെ ആയപ്പം പെട്ടെന്നൊരു പ്രകാശം ഞാനിങ്ങനെ കാണുക. അതിലൊരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നു. ആ വ്യക്തി ഒരു വെള്ള ഡ്രസ്സ് ഇട്ട്, എന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒട്ടും സംശയിക്കേണ്ട, അത് ജീസസ് തന്നെയാ നിന്നോട് സംസാരിച്ചത്, നീ കേട്ട ആ വാക്യങ്ങൾ ബൈബിളിലുള്ള ഒരു വേഴ്സാ, ഒരു വാക്യമാ എന്ന് പറയാനിടയായി. അപ്പം അങ്ങനെ ഓരോ ദിവസം അതിനുശേഷം ഈ കിഡ്നി ഫംഗ്ഷൻ വളരെ മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു. അപ്പം ഡോക്ടേഴ്സ്, നെഫ്രോളജിസ്റ്റ് പറഞ്ഞു റീനൽ ബയോപ്സി, കിഡ്നിയുടെ ബയോപ്സി ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ അനുഭവത്തിന് ശേഷം പതുക്കെ കിഡ്നിയുടെ ഫംഗ്ഷൻ ബെറ്റർ ആയിക്കൊണ്ടേയിരുന്നു, ക്രിയാറ്റിന് നോർമൽ ആയിക്കൊണ്ടേയിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് തന്നെ ഓരോ ദിവസവും ഡെയിലി വന്നിങ്ങനെ നോക്കും, നെഫ്രോളജിസ്റ്റ്. അപ്പം പറഞ്ഞു, ഇതിപ്പം കിഡ്നിയുടെ ഫംഗ്ഷൻ ഇപ്പം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ക്രിയാറ്റിൻ നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇനി കിഡ്നിയുടെ ബയോപ്സിയുടെ ഒന്നും ആവശ്യമില്ല. അവർക്ക് തന്നെ അത്ഭുതമായി, ഇത്ര പെട്ടെന്ന് എങ്ങനെ ക്രിയാറ്റിൻ ഇങ്ങനെ നോർമൽ ആകുന്നതെന്ന് ഓർത്തിട്ട്. അങ്ങനെ അവസാനം ആ കുട്ടി ഡിസ്ചാർജ് ആയിട്ട് പിന്നെ ഫോളോ അപ്പിന് നെഫ്രോളജിസ്റ്റ് പറഞ്ഞു, ഇനി നീ ഞങ്ങളുടെ അടുത്ത് ഫോളോ അപ്പിന് പോലും വരേണ്ട ആവശ്യമില്ല, നിന്റെ കിഡ്നിയുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി നോർമലായി. പിന്നെ അതുപോലെ തന്നെ HIV ഇൻഫെക്ഷൻ ഉണ്ട് കുട്ടിക്ക്. അപ്പൊ ഇൻഫെക്ഷൻ ഡിസീസിന്റെ ഡോക്ടറിനെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ HIV ഇൻഫെക്ഷൻ എൻ്റെ പ്രോഗ്നോസിസ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കൗണ്ട് ഉണ്ട്, ഒരു സെൽ കൗണ്ട് ഉണ്ട്. അത് നോക്കിയപ്പോഴും അതും ഒരു HIV ഇല്ലാത്ത ആളുടെ അത്രയും തന്നെ നോർമൽ റേഞ്ചിൽ തന്നെയാണ് ഈ കുട്ടിക്കും കാണുന്നത്.
അപ്പോൾ അവരും അതും ഒരു അത്ഭുതമായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പോഴും ആ കുട്ടിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. യേശുവിനെ കുറിച്ച് ഞാൻ പറയും, ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, ഒരു വിത്ത് ആ കുട്ടിയുടെ ഉള്ളിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും യേശുവിനെ കുറിച്ച് ഞാൻ പറയുകയും എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വലിയൊരു അത്ഭുതം, ഒരു വലിയ മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് നാൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ OP ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ OP ഇരിക്കുമ്പോൾ അവിടെ ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്നൊരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി വന്നു. ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു TBയുമായിട്ടാണ് വന്നിരുന്നത്. അപ്പം ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഫോളോ അപ്പിനാണ് വന്നത്. അപ്പം വളരെ നിരാശയിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. കാരണം നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ അസുഖം ബാധിച്ചത്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഒരു നല്ല നേഴ്സ് ആകാനായിരുന്നു കുട്ടിയുടെ ആഗ്രഹം. അതുകൊണ്ട് അത് ആകാൻ പറ്റാത്തത് കൊണ്ടും ഇനി എന്തുമായി തീരും ഭാവി എന്നൊക്കെ ഓർത്തിട്ട് വളരെ നിരാശയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്ന് കരയും, ഉറങ്ങത്തില്ല. അപ്പം പേരൻസിനും അത് വളരെ വിഷമമാണ്. അപ്പോൾ അവരിങ്ങനെ OP വന്നപ്പം പറഞ്ഞു, ഇതുപോലെ ഇവള് ഭയങ്കര ഡിപ്രഷനിലാണ്, ഞങ്ങൾക്കും അതുകൊണ്ട് വിഷമം. അപ്പം അമ്മയൊക്കെ കരയുകയൊക്കെ ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് OP ഇറങ്ങി. OP അവരിറങ്ങിയപ്പം എൻ്റെ മനസ്സിലും തോന്നി, നീ OP ഇറങ്ങി ചെന്ന് അവരെ പോയി കാണാൻ. അപ്പം പെട്ടെന്ന് ഞാനും അവർ ഇറങ്ങിയപ്പം, ആ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാനും കൂടി ഇറങ്ങിയിട്ട് പുറത്ത് ചെന്ന് അവരെ ചെന്ന് കണ്ടു. അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അറിയാവുന്നത് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. അങ്ങനെ ആ കുട്ടിയോട് ഞാൻ ആദ്യം എൻകറേജ് ചെയ്തു. പിന്നെ അവിടെ തന്നെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ എഴുതിയ ലീഫ്ലെറ്റ് ഒക്കെ കൊടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസം, സന്തോഷമായി. പിന്നീട് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിച്ച് പലപ്പോഴും അവരെ ആ കുട്ടിയെ ധൈര്യപ്പെടുത്തുകയും എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം അടുത്ത പ്രാവശ്യം 2 മാസം കഴിഞ്ഞ് ഒരു ഫോളോ അപ്പിന് വന്നപ്പോഴത്തേക്ക് അവർ വളരെ സന്തോഷത്തോടെ വന്നത്. ഇപ്പോൾ അവൾ നന്നായിട്ട് വളരെ സന്തോഷത്തിലാണ്. അവിടെ ആ ഡിപ്രഷനൊക്കെ മാറി, പഴയ ഡിപ്രഷനും ദുഃഖവും നിരാശയും ഒന്നും ഇല്ല എന്ന് പറയാനിടയായി. അതുപോലെ ആ കുട്ടി പറഞ്ഞു, മാം എനിക്ക് അന്നൊരു ലീഫ്ലെറ്റ് തന്നില്ലായിരുന്നോ, അത് ഞാൻ വായിച്ചു, അത് വളരെ നല്ലൊരു മെസ്സേജ് ആണല്ലോ. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഞാനത് കൊടുത്തു, അവരും അത് വായിച്ചു, അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ മെസ്സേജ് എന്ന് പറയാനിടയായി. അങ്ങനെ അനേകരിലെ സുവിശേഷം എത്തുവാനും ഇടയായി. അങ്ങനെ പല മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടായി. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഞാൻ വിചാരിച്ചു, ഏതായാലും തമിഴ്നാട്ടുകാരുടെ ഇടയിലൊന്നും ചെന്ന് സുവിശേഷം പറയാനായിട്ടുള്ള ഭാഷ എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അറ്റ്ലീസ്റ്റ് ഞാൻ എഴുതിയ ലീഫ്ലെറ്റ് തമിഴിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും കൊടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അവിടെ പോകുന്ന ചേർച്ചിലെ പാസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് കൈ കിട്ടിയപ്പോൾ അനേകം തമിഴ്നാട്ടുകാർക്കും ഇത് കൊടുക്കാൻ, ഈ ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു പ്രായമുള്ള ഒരു ലേഡി ആയിരുന്നു. അപ്പം ഞാൻ അവർക്ക് ഈ ലീഫ്ലെറ്റ് കൊടുക്കാൻ നേരം അവർ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, അവരിങ്ങനെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് വായിക്കാൻ അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് സുവിശേഷം പറയാനും ഉള്ള ഭാഷ അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നി, ഒന്നും വേണ്ട, നീ ഇത്രയും പറഞ്ഞാൽ മതി, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറ. അത്രയും തമിഴിൽ പറയാൻ എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ ആ ലേഡിയോട് പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് അവരങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ ആ ഒറ്റയൊരു വാക്ക്, കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല, കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല, ആ ഒറ്റയൊരു വാക്ക് മതിയായിരുന്നു അവരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ. പിന്നീട് എനിക്ക് കൂടുതൽ വചനം പറയാനായിട്ടോ ഒന്നും അറിയാത്തത് കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവരെ ഓർത്ത് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അവർക്ക് ഏതെങ്കിലും വഴി തുറന്ന് അവർ കൂടുതൽ ദൈവത്തോട് അടുക്കാനും ദൈവമക്കളായി തീരാനും ഒരു അവസരം കൊടുക്കാനായിട്ട്. അങ്ങനെ ദിവസങ്ങൾ പോയി. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രാവശ്യം ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരുടെ ഇടയിൽ, നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ മിഷൻ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെടാൻ ഇടയായത്. അതിനുശേഷം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, ഈ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുടെ ഇടയിൽ അതുവരെ ഞാൻ പോകത്തില്ല. അതായത് ഇംഗ്ലീഷ് അറിയാത്ത, ഹിന്ദി മാത്രം അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പം ഇതിന് ശേഷം അത്യാവശ്യം കുറച്ച് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സെൻറ്റൻസസ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട്, ഹിന്ദിയിൽ പറയാൻ വേണ്ടി മനസ്സിലാക്കി വെച്ചിട്ട് അവരുടെ അടുത്തും ചെല്ലും. അവരുടെ അടുത്ത് ചെന്നിട്ട് ആദ്യം കുറച്ച് അത്യാവശ്യം എൻകറേജ്മെൻറ്റും കൊടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനുശേഷം അവരെ ഈ മിഷണറി ഫാമിലി നടത്തുന്ന ഒരു ഹിന്ദി സർവീസ് ഉണ്ട് അവിടെ, ആ സർവീസിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവർ കൂടുതൽ അവരെ ദൈവവചനം പറയുകയും സുവിശേഷം പറയവേ അവരെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്ത് അവരെ അങ്ങനെ ആ വഴി ദൈവവചനം അവരുടെ പക്കൽ എത്തിക്കാനും ദൈവം സഹായിച്ചു. അപ്പൊ ഡയറക്റ്റ്ലി എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അവരോട് സുവിശേഷം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വഴി അവരെ ആ ചേർച്ചിൽ കൊണ്ടുപോയി പല നാട്ടുകാരെ
ദൈവവചനം എത്തിക്കാൻ ദൈവം സഹായിച്ചു. അപ്പം ഒരു ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റ്സിലെ ആൾക്കാരോടും സുശേഷം എത്തിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, അങ്ങനെ പല ആസാം, അങ്ങനെ പല നാട്ടുകാരോട് ദൈവവചനം അറിയിക്കാൻ CMC അയച്ചതിലൂടെ കർത്താവ് സഹായിച്ചു. മാത്രമല്ല പിന്നെ പല വിദേശികള് പല നാടുകളിൽ നിന്നും ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ള, അതായത് ഡോക്ടേഴ്സും പിന്നെ മറ്റ് മെഡിക്കൽ പ്രൊഫഷൻസിലുള്ള ആളുകൾ ഒബ്സർവേഴ്സ് ആയിട്ട് 9 മാസം 6 മാസത്തേക്കൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വരും. അങ്ങനെയുള്ള, അതായത് പല നാടുകളിൽ നിന്ന്, അതായത് നെതർലൻഡ്സ്, ഓസ്ട്രിയ, ഫ്രാൻസ്, പിന്നെ സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, അങ്ങനെ പല നാടുകളിൽ നിന്ന് വരാറുണ്ട്. അവരോടും ദൈവവചനം അറിയിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ എനിക്കിപ്പോൾ ഓരോ നാട്ടിലും പോയി സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ എൻ്റെ എത്തിച്ച് അങ്ങനെ അവരോട് ദൈവവചനം എത്തിക്കാനായിട്ട് ദൈവം നല്ല അവസരങ്ങൾ ഒരുക്കി തന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മുടെ കഴിവോ നമ്മുടെ സ്മാർട്ട്നെസ്സോ നമുക്ക് സംസാരിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയുടെ അറിവോ ഇതൊന്നും ഒരു മാറ്റർ അല്ല ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട്. നമുക്ക് എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് വെച്ചാലും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് അതൊന്നും ഒരു തടസ്സമല്ല. നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏത് കഴിവില്ലാത്ത ആളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. കാരണം എനിക്ക് അങ്ങനെ വലിയ കഴിവുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിരുന്നു. ആരോട് സംസാരിക്കാനൊന്നും അങ്ങനെ അധികം സംസാരിക്കൊന്നും ചെയ്യാതെ വളരെ പേടിയോടുകൂടി ആൾക്കാരോട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരാളായി എന്നെയാണ് ദൈവം ഇത്രയും നാട്ടുകാരോട് സുവിശേഷം അറിയിക്കാനായിട്ട് ഉപയോഗിച്ചത്. ദൈവത്തിന് ഒരു വഴിയല്ല, പല വഴികളുണ്ട് ദൈവവചനം അറിയിക്കാനായിട്ട്. അപ്പൊ ആ പല വഴിയിൽ കൂടി ദൈവം കടത്തിവിട്ട് അനേകരോട് ദൈവവചനം അറിയിക്കാൻ ദൈവം സഹായിച്ചു. പിന്നെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം നടന്നൊരു കാര്യമാണ്. ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് തൊട്ട് അപ്പുറത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു അറ്റൻഡർ മിക്കവാറും ആ വഴി കൂടെ ഒക്കെ പോകുന്നയാ. അപ്പൊ ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ എഴുതിയ ലീഫ്ലെറ്റ് തമിഴിലുള്ളത് കൊടുത്തു. എന്നിട്ട് ഇത് വായിക്കണേന്ന് പറഞ്ഞു. ഞാൻ വായിക്കാം എന്നൊക്കെ പറഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞപ്പം എന്നെ കണ്ടപ്പം പറഞ്ഞു, അന്ന് തന്നെ ആ ലീഫ്ലെറ്റ് ഇല്ലേ, അത് ഞാൻ വായിച്ചായിരുന്നു. അത് വായിച്ച് ഒത്തിരി എനിക്ക് അത് അനുഗ്രഹമായിരുന്നു. അത് നല്ലൊരു മെസ്സേജ് ആണല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഞാൻ അത് എൻ്റെ ഓഫീസിലുള്ള മറ്റു കൊളീഗ്സിനും അത് സ്കാൻ ചെയ്ത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട് കേട്ടപ്പം. പിന്നീട് ഞാൻ പോകുന്ന ചേർച്ചിലുള്ള ഒരു ആൻറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ ആൻറ്റിയോട് ഇങ്ങനെ അന്വേഷിച്ചു അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ക്രിസ്ത്യൻ ആണോ അതോ ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു അദ്ദേഹം ഒരു ഹിന്ദുവാ എന്ന് മാത്രമല്ല അദ്ദേഹം ആദ്യ സമയങ്ങളിൽ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പ്രെയർ പോലും നടത്തുമായിരുന്നു രാവിലെ. അങ്ങനെ നടത്തുന്ന സമയത്ത് ഇദ്ദേഹം മിക്ക ദിവസങ്ങളിലും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ പ്രെയർ. അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും ഇത്രയും നല്ലൊരു റെസ്പോൺസ് തന്നപ്പം അതൊരു വലിയ എൻകറേജ്മെന്റ് ആയിരുന്നു എനിക്ക്. അങ്ങനെ പല നല്ല അനുഭവങ്ങൾ ഈ സുവിശേഷ വേല ചെയ്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് സുവിശേഷം പറയാൻ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്വന്തം ലിമിറ്റേഷൻസും വീക്ക്നെസ്സും. അതല്ലാതെ വേറൊരു കാര്യമാണ് ദ ഫിയർ ഓഫ് റിജക്ഷൻ. മറ്റുള്ളവർ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവർ നമ്മളെ റിജക്റ്റ് ചെയ്താലോ, അവർ നമ്മളോട് ദേഷ്യപ്പെട്ടാലോ, ഇതൊക്കെയാണ് നമ്മളെ വേറൊരു കാര്യം സുവിശേഷം പറയാൻ തടസ്സമായി നിൽക്കുന്നത്. അപ്പം മാർക്ക് ആഹിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു യൂത്തിന്റെ ഇടയിൽ ഒരു ക്യാമ്പ് നടത്തുമായിരുന്നു. അപ്പൊ അവര് ഒരു ദിവസം ഈവനിങ്ങിൽ അവർ ഡിസ്കസ് ചെയ്തത് ജീസസിനെ വിറ്റ്നസ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, 3 കാര്യമേ സംഭവിക്കത്തുള്ളൂ ഒരു വ്യക്തിയോട് നമ്മൾ സുവിശേഷം അറിയിച്ചാൽ. അതെന്തൊക്കെയാ 3 പോസിബിലിറ്റീസ്? അപ്പം അവർ പറഞ്ഞു, 1, ദ പേഴ്സൺ ക്യാൻ ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. ഒരു വ്യക്തി ഒരു സുവിശേഷം പറഞ്ഞ ആള് ജീസസിനെ ആക്സെപ്റ്റ് ചെയ്യാം. 2, വി ക്യാൻ പ്ലാന്റ് എ സീഡ്. രണ്ടാമത്തെ പോസിബിലിറ്റി, ഒരാളോട് നമ്മൾ സുവിശേഷം പറഞ്ഞു, അവർ ഉടനെ ഒരു റെസ്പോണ്ട് ഒന്നും തന്നില്ല, അവരുടനെ രക്ഷിക്കപ്പെട്ടു ഒന്നുമില്ല, എന്നാൽ അവർ റിജക്റ്റും ചെയ്തില്ല, ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് ഉള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. അങ്ങനെയുള്ള കേസിൽ ഉടനെ ചിലപ്പോൾ അവർ റെസ്പോണ്ട് കാണിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ആ വചനം കിടക്കുകയും പിന്നീട് ഒരു സാഹചര്യത്തിൽ ആ വചനം അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടാൻ ഇടയാകും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം 3ാമത്തെ പോസിബിലിറ്റി, ദ പേഴ്സൺ ക്യാൻ റിജക്റ്റ് ജീസസ് ക്രൈസ്റ്റ്. അത് നമ്മൾ പറയുമ്പോൾ തന്നെ ഉടനെ അത് കേൾക്കാതെ പോവോ, അല്ലെ അത് നമ്മളെ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതാണ് റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3-ൽ ഏതെങ്കിലും ഒന്നേ സംഭവിക്കത്തുള്ളൂ ഒരാളോട് നമ്മൾ ദൈവവചനം പറഞ്ഞ. അപ്പൊ ഇതിൽ നിന്ന് ഈ പോസിബിലിറ്റീസ് നിന്ന് അവരുണ്ടാക്കിയ ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഇതിൽ 1ാമത്തെ പോസിബിലിറ്റി ആയ ഇഫ് ദ പേഴ്സൺ ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, ഇറ്റ് ഇസ് എ വിന്നിങ് സിറ്റുവേഷൻ. അതൊരു നേട്ടമാണല്ലോ. ഒരു വ്യക്തി സുവിശേഷം കേട്ട് ദൈവവൈതലായാൽ തീർച്ചയായിട്ടും ഒരു നേട്ടം. 2ാമത്തെ പോസിബിലിറ്റി, വി ക്യാൻ പ്ലാന്റ് എ സീഡ്. അതൊരു നേട്ടമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും.
അപ്പൊ അതൊരു നേട്ടമാണ്, ഒരു വിന്നിങ് സിറ്റുവേഷനാണ്. മൂന്നാമത്തെ പോസിബിലിറ്റി, ദ പേഴ്സൺ ക്യാൻ റിജക്ട് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അത് അവരൊരു ലൂസിങ് സിറ്റുവേഷൻ ആയിട്ടാണ് എടുത്തത്. എന്നിട്ട് അവരൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി 66% ചാൻസും ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ അതൊരു വിന്നിങ് സിറ്റുവേഷൻ ആകാനാ, ബാക്കി കുറച്ച് ശതമാനമേ ഉള്ളൂ അതൊരു ലൂസിങ് സിറ്റുവേഷൻ ആകാൻ ചാൻസ്. അപ്പം നമുക്ക് സുവിശേഷം പറയാൻ അതൊരു എൻകറേജ്മെന്റ് അല്ലേ എന്ന് പറഞ്ഞ് അന്നത്തെ മെസ്സേജ് അവർ കൺക്ലൂഡ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഈ മാർക്ക് ഇങ്ങനെ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് 2 വചനങ്ങൾ കൂടി ഇടപെട്ടു. ആ 2 വചനങ്ങളാണ്, അതിലൊന്നാണ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സസ് 22 and 23. അത് ഞാൻ വായിക്കാം. Blessed are you when men hate you and when they exclude you and revile you and cast out your name as evil for the sake of man, sake of the Son of Man. Rejoice in that day and leap for joy, for indeed your reward is great in heaven, for in like manner their fathers did to the prophets. അപ്പൊ ഇതാണ് ഒരു വാക്യം. അപ്പൊ ഇതിൽ പറയുന്നത്, നമ്മളെ ആരെങ്കിലും യേശുവിന്റെ നാമത്തിൽ റിജക്റ്റ് ചെയ്താൽ ആ വ്യക്തി സന്തോഷം ഉല്ലസിച്ചുകൊള്ളുവിൻ, ബിക്കോസ് ഗ്രേറ്റ് ഇസ് എ റിവാർഡ് ഇൻ ഹെവൻ. അങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച വേറൊരു വാക്യമാണ് 1 Peter chapter 4 verses 14. അത് ഞാൻ വായിക്കാം. If you are reproached for the name of Christ, blessed are you, for the spirit of glory and of God rests on you. On their part he is blasphemed, but on your part he is glorified. ഇവിടെ പറയുന്നത് ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, അല്ലെ യേശുവിന്റെ നാമം കാരണം നമ്മളെ ആരെങ്കിലും റിജക്റ്റ് ചെയ്താൽ ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെടുത്തുക നമ്മൾ ചെയ്യുന്നത് എന്ന്. അപ്പൊ ഈ 2 വാക്യങ്ങളും അദ്ദേഹത്തെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി മൂന്നാമത്തെ പോസിബിലിറ്റി ആയ ഇഫ് എ പേഴ്സൺ റിജക്ട് ജീസസ് ക്രൈസ്റ്റ്, അതും ഒരു വിന്നിങ് സിറ്റുവേഷൻ ആണെന്ന്. കാരണം നമുക്ക് അത് വലിയ പ്രതിഫലം സ്വർഗത്തിൽ കിട്ടാനിടയാകും. മാത്രമല്ല നമ്മുടെ ദൈവത്തിന്റെ നാമം അവിടെയും മഹത്വപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം അടുത്ത ദിവസത്തെ ആ ഡിസ്കഷനിൽ യൂത്ത്സിനോട് പറയാനിടയായി, നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, അതിലൊരു ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞത് അവസാനത്തെ പോസിബിലിറ്റി ഒരു ലൂസിങ് സിറ്റുവേഷൻ, ഒരു നഷ്ടമാണെന്നാണ്. പക്ഷെ അല്ല, എവറി ടൈം യു ഷെയർ ദ ഗോസ്പൽ വിത്ത് എ പേഴ്സൺ, ഇറ്റ് ഈസ് എ വിന്നിങ് സിറ്റുവേഷൻ. അപ്പം ഒരിക്കലും അതൊരു നഷ്ടമല്ല. അപ്പൊ ആൾ റിജക്ട് ചെയ്തോട്ടെ, ആൾ ആക്സെപ്റ്റ് ചെയ്തോട്ടെ, അതൊരു വിത്തായിട്ട് അവരുടെ ഉള്ളിൽ കിടന്നോട്ടെ, എല്ലാം നമുക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് എ വിന്നിങ് സിറ്റുവേഷൻ. അപ്പം ഇറ്റ് ഈസ് എ വിന്നിങ് സിറ്റുവേഷൻ എവറി സിംഗിൾ ടൈം യു ഷെയർ ദ ഗോസ്പൽ. അപ്പോൾ ഈ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് എനിക്കൊരു എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു ചെറിയൊരു കോട്ടുണ്ട്. CT സ്റ്റേറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതൊന്ന് ഓർപ്പിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. There is only one life, it will soon be past. Only what is done for Christ will last. നമുക്ക് ഒരേ ഒരു ജീവിതമേ ഈ ലോകത്തുള്ളൂ, അത് എത്രയും വേഗം കടന്നു പോകും. നമ്മൾ ജീസസിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് മാത്രമേ എന്നേക്കും നിലനിൽക്കും. അപ്പം നമ്മൾ വലിയ സ്ഥാനത്തെത്തി, പദവിയിലെത്തി, നമ്മൾ ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങൾ നേടി, അതൊക്കെ നമ്മൾ മരിക്കുന്നു, അല്ലെ നമ്മുടെ ഈ ലോകത്തെ ജീവിതം അവസാനിക്കുന്നതോടെ അതും തീരും. അതെല്ലാം ടെമ്പററിയാണ്. പക്ഷെ ഈ ലോകത്ത് നമ്മൾ ജീസസിന് വേണ്ടി ചെയ്താല്, ജീസസിന് വേണ്ടി നമ്മൾ ജീവിച്ചാല് അത് എന്നേക്കും നിലനിൽക്കും. അതൊരിക്കലും അതിനൊരു അവസാനം ഇല്ല. അതിന്റെ പ്രതിഫലം നമുക്ക് സ്വർഗത്തിൽ ചെന്നാലും അതെന്നും അനുഭവിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ ചുരുങ്ങിയ ജീവിതത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.